വിജയവാഡയിലെ കനകദുർഗ ക്ഷേത്രത്തെ ദേവത ശക്തിയുടെയും സമ്പത്തിന്റെയും ദയയുടെയും ദേവതയായും കനകദുർഗയെ വിജയവാഡയുടെ അധിപദേവതയായും കണക്കാക്കപ്പെടുന്നു. അതിനാൽ തന്നെ നവരാത്രി കാലത്ത് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. കൃഷ്ണ നദിയുടെ തീരത്തുള്ള ഇന്ദ്രകീലാദ്രി കുന്നിൻ മുകളിലായാണ് ഈ പുരാതന ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഈ ക്ഷേത്രത്തിലെ ദേവിയുടെയും ശിവന്റെയും വിഗ്രഹം സ്വയം പ്രകടമായതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇവിടുത്തെ ശ്രീകോവിലിന്റെ പ്രത്യേകത ശിവന്റെ വലതുവശത്ത് ദുർഗാദേവി ഇരിക്കുന്നു എന്നതാണ്. ഈ രീതി ഇത് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് എന്നതിനാൽ ഈ ക്ഷേത്രം ശ്രദ്ധ ആകർഷിച്ചു പോരുന്നു. ഇന്ദ്രകീലാദ്രിയിലെ കുന്നുകൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കനകദുർഗ ക്ഷേത്രം ആന്ധ്രാപ്രദേശിലെ വിജയവാഡയിലെ ഏറ്റവും മഹത്തായ ക്ഷേത്രമായി കണക്കാക്കി പോരുന്നു. ദുർഗാദേവിയും ഭർത്താവായ മല്ലേശ്വര സ്വാമിയും ഇവിടെ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ ദേവിയുടെയും ഭഗവാന്റെയും വിശുദ്ധ ദർശനം ലഭിക്കുന്നതിന് ആയിരക്കണക്കിന് ഭക്തർ വർഷം മുഴുവനും ഈ ക്ഷേത്രം സന്ദർശിക്കുന്നു. മഹിഷാസുരമർദ്ദിനിയുടെ രൂപത്തിൽ 8 കൈകളോടെയാണ് ദുർഗാദേവി ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രധാന ശ്രീകോവിലും ക്ഷേത്രത്തിന്റെ രാജഗോപുരവും സ്വർണ്ണത്താൽ പൊതിഞ്ഞിരിക്കുന്നതിനാൽ കനകദുർഗ ക്ഷേത്രത്തെ അതിമനോഹരമായി കാണപ്പെടുന്നു. കനകദുർഗ ക്ഷേത്രം വളരെ ശക്തമായൊരു ക്ഷേത്രമാണെന്ന് വിശ്വസിക്കപ്പെടുന്നതിനാൽ കനകദുർഗാദേവിയെ ദർശിച്ചാൽ മാത്രം ബിസിനസ് നഷ്ടവും കുട്ടികളുടെ ത്വക്ക് രോഗങ്ങളും സംബന്ധിച്ച എല്ലാ പ്രശ്നങ്ങളും എത്രയും വേഗം പരിഹരിക്കാൻ കഴിയുമെന്ന് ഭക്തർ വിശ്വസിക്കുന്നു. അതിനാൽ തന്നെ ദസറ ആഘോഷവേളയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഭക്തരെ കൊണ്ട് ഈ ക്ഷേത്രം നിറഞ്ഞു കവിയുന്നു. പേര് സൂചിപ്പിക്കുന്നത് പോലെ കനകദുർഗ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയും പ്രധാന ശ്രീകോവിലും സ്വർണ്ണത്താൽ പൊതിഞ്ഞതാണ്. ഈ ക്ഷേത്രത്തിലെ ദേവതയായ കനകദുർഗ സൗന്ദര്യത്തിന്റെ ഒരു പ്രതിരൂപമാണെന്നും ദേവി ഇവിടെ സ്വയം പ്രകടമായതോ സ്വയംഭൂ രൂപത്തിലോ ആണെന്നും വിശ്വസിക്കപ്പെടുന്നു. കാളിക പുരാണത്തിലും ദുർഗാ സപ്തശതിയിലും മറ്റ് വൈദിക സാഹിത്യങ്ങളിലും ദുർഗാദേവിയുടെ ഈ അതീവ സൗന്ദര്യത്തെപ്പറ്റി പരാമർശിച്ചിട്ടുണ്ട്. കനകദുർഗ ക്ഷേത്രത്തോട് ചേർന്ന് കനകദുർഗാദേവിയുടെ ഭർത്താവായ മല്ലേശ്വര സ്വാമിക്ക് സമർപ്പിച്ചിരിക്കുന്ന ഒരു ക്ഷേത്രവും നമുക്ക് കാണാൻ സാധിക്കും. കനകദുർഗ ക്ഷേത്രം പണികഴിപ്പിച്ചത് പഞ്ചപാണ്ഡവരിലെ അർജുനനാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതോടൊപ്പം ശിവലീലകളിലും ശക്തിമഹിമകളിലും പ്രത്യേക സ്ഥാനം നേടിയ ക്ഷേത്രം ആത്മീയ പ്രാധാന്യമുള്ളതുമാണ്. പുരാതന കാലം മുതലേ വിവിധ ഗ്രന്ഥങ്ങളിലും സാഹിത്യകൃതികളിലും ഈ പുണ്യസ്ഥലം പരാമർശിക്കപ്പെടുന്നു. അസുര രാജാവായ മഹിഷാസുരന്റെ ക്രൂരതകൾക്ക് വിജയവാഡയിലും പരിസരത്തുമുള്ള ആളുകൾ എങ്ങനെ വിധേയരായിരുന്നുവെന്ന് പുരാണങ്ങളിൽ നിന്നുമുള്ള ഈ കഥകൾ വ്യക്തമാക്കുന്നു. പ്രശ്നബാധിതരായ ആളുകളെ കണ്ട ഇന്ദ്രകീല മുനി ദുർഗാദേവിയെ പ്രീതിപ്പെടുത്താൻ കഠിനമായി തപസ് ചെയ്തു. അങ്ങനെ അസുര രാജാവായ മഹിഷാസുരനെ ദേവി ആദ്യം ശാസിക്കുകയും കേൾക്കാതെ വന്നപ്പോൾ ഒടുവിൽ വധിക്കുകയും ചെയ്തു. പിന്നീട് ദേവി ഇന്ദ്രകീല കുന്നുകളിൽ താമസിക്കുകയും തന്റെ ഭക്തരെ സംരക്ഷിക്കാൻ അവിടെ സ്ഥിരതാമസമാക്കിയെന്നും പുരാണങ്ങൾ സൂചിപ്പിക്കുന്നു. കനകദുർഗ ക്ഷേത്രം ദുർഗാദേവിയെ പ്രതിഷ്ഠിക്കുന്ന 9 ദിവസം നീണ്ടു നിൽക്കുന്ന ദസറ ഉത്സവത്തിന് പ്രശസ്തമാണ്. തിന്മയുടെ മേൽ നന്മയുടെ വിജയത്തെ സൂചിപ്പിക്കുന്ന ഈ ഉത്സവം എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിൽ കനകദുർഗ ക്ഷേത്രത്തിൽ നടന്നുപോരുന്നു. ഉത്സവത്തിന്റെ 9 ദിവസങ്ങളിൽ ദുർഗാദേവിയെ 9 വ്യത്യസ്ത രൂപങ്ങളിൽ അലങ്കരിച്ചിരിക്കുന്നു എന്നതാണ് ഈ ഉത്സവത്തിന്റെ പ്രധാന പ്രത്യേകത.